ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ക്വസ്റ്റ്യൻ ടാഗുകളെ കുറിച്ചാണ്. ഇംഗ്ലീഷിൽ പല ക്വസ്റ്റ്യൻ പേപ്പറുകളിലും പല ക്ലാസ്സുകളിലായിട്ടും പല കോമ്പറ്റേറ്റീവ് എക്സാമുകളിലായിട്ടും സ്ഥിരം ചോദിക്കുന്ന ഒരു ചോദ്യ വിഭാഗമാണ് ക്വസ്റ്റ്യൻ ടാഗ്സ്. സോ എന്താണ് ക്വസ്റ്റ്യൻ ടാഗുകൾ, എങ്ങനെയാണ് ഇവരെ എഴുതുന്നത്? വളരെ ബേസിക് ആയിട്ടുള്ള കുറേ കാര്യങ്ങളൊക്കെ ചിലപ്പോൾ നിങ്ങൾക്ക് അറിയാവും. എന്നാൽ അതിനപ്പുറത്ത് ഏത് ചോദ്യം വന്നാലും ക്വസ്റ്റ്യൻ ടാഗുകളെ എങ്ങനെ ഡീൽ ചെയ്യണം എന്നുള്ളതാണ് നമ്മൾ ഈ ക്ലാസ്സിലൂടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് തുടങ്ങിയാലോ? ശരി, ആദ്യം അറിയേണ്ടത് എന്താണ് ക്വസ്റ്റ്യൻ ടാഗ്. ഇംഗ്ലീഷിലെ ഒരു ഭാഷാ ശൈലിയാണെന്ത് ക്വസ്റ്റ്യൻ ടാഗുകൾ. അതായത് നമ്മൾ മലയാളത്തിൽ ഒരു കാര്യം പറയുമ്പോൾ ഉപയോഗിക്കുന്ന ഒരു പ്രയോഗമാണ് അല്ലേ. എങ്ങനെ? ഇന്ന് നല്ല മഴയാണല്ലേ, ഇന്ന് നല്ല ചൂടുണ്ടല്ലേ, ആ അല്ലേ പ്രയോഗമില്ലേ, അത് തന്നെയാണ് എന്ത് ക്വസ്റ്റ്യൻ ടാഗുകൾ എന്ന് പറയുന്നത്. പക്ഷെ ഇംഗ്ലീഷിൽ നമ്മൾ മലയാളത്തിൽ അല്ലേ അല്ലേ എന്ന് ഉപയോഗിക്കുന്ന പോലെ ഇംഗ്ലീഷിൽ സിമ്പിളായിട്ടൊരു പ്രയോഗം ഉപയോഗിച്ചാൽ ആ മീനിങ് കിട്ടില്ല. പകരം എന്തുപയോഗിക്കണം? ക്വസ്റ്റ്യൻ ടാഗുകളെ തന്നെ ഉപയോഗിക്കണം. അതെങ്ങനെയാണ് ഉപയോഗിക്കുന്നത് എന്നാണ് നമ്മൾ ഈ ക്ലാസ്സിൽ വളരെ ക്ലിയറായി പഠിക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് തുടങ്ങിയാലോ? ശരി, വരൂ. ആദ്യത്തെ ബേസിക് കാര്യം മുതൽ നമുക്ക് എന്ത് ചെയ്യാം, തുടങ്ങാം. ക്വസ്റ്റ്യൻ ടാഗ്സ് എങ്ങനെയാണ് ഇവരെ കണ്ടുപിടിക്കുന്നത്? ഇവിടെ ഒരു സെന്റൻസ് കൊടുത്തിട്ടുണ്ട്, ഹി ഈസ് റിച്ച്. ഈസ് ഇൻ ഹി. ഇവിടെ ആദ്യത്തെ ഭാഗത്തിനെ സ്റ്റേറ്റ്മെന്റ് എന്നാണ് വിളിക്കുന്നത്. സ്റ്റേറ്റ്മെന്റ് ഏതിനെ? ഹി ഈസ് റിച്ച് എന്ന് പറയുന്ന പ്രയോഗത്തിന്. അവൻ ധനികനാണ്, ഹി ഈസ് റിച്ച്. ഇനി ഈസ് ഇൻ ഹി എന്ന് പറയുന്നതിന് എന്ത് വിളിക്കും? ക്വസ്റ്റ്യൻ ടാഗ് എന്ന് വിളിക്കും. അല്ലേ? അപ്പോൾ ഇതിന്റെ മീനിങ് എന്തായി? അവനൊരു ധനികനാണ് അല്ലേ എന്നാണ്. ആ അല്ലേ എന്ന് പറയാനാണ് നമ്മളിവിടെ എന്ത് ഉപയോഗിച്ചത്? ഈസ് ഇൻ ഹി എന്ന പ്രയോഗം ഉപയോഗിച്ചത്. ഇതിനെയാണ് ക്വസ്റ്റ്യൻ ടാഗ് എന്ന് പറയുന്നത്. ഇവിടെ നമ്മൾ എങ്ങനെ ഈസ് ഇൻ ഹി എന്ന് കണ്ടുപിടിച്ചു? എല്ലായ്പ്പോഴും ഈസ് ഇൻ ഹി ആണോ വരുന്നത്? അല്ല. അപ്പോൾ സ്റ്റേറ്റ്മെന്റിനനുസരിച്ച്, സ്റ്റേറ്റ്മെന്റിൽ അല്ലെങ്കിൽ ആദ്യത്തെ ഭാഗത്തെ സെന്റൻസിൽ എന്താണോ അതിനാണ് നമ്മൾ സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത്. ഇവിടെ ഹി ഈസ് റിച്ച് എന്ന് പറയുന്ന ഭാഗം അത് ഏതാണോ അതിനനുസരിച്ചാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ക്വസ്റ്റ്യൻ ടാഗുകൾ എഴുതുന്നത്. അതെങ്ങനെയാണെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഇവിടെ എങ്ങനെ ഈസ് ഇൻ ഹി കിട്ടി? കുറേ പേർക്ക് അറിയുന്നുണ്ടാവും, എന്നാലും വളരെ സിമ്പിൾ കാര്യം മുതൽ പഠിച്ചിട്ട് വരിക, എന്നാലേ നമുക്ക് ഏത് ചോദ്യം ചോദിച്ചാലും ആൻസർ ചെയ്യാൻ പറ്റുള്ളൂ. ശരി, നോക്കാം. അതിൽ 3 കാര്യങ്ങളാണ് പ്രധാനമായും ശ്രദ്ധിക്കേണ്ടത്. ഒന്നാമത്തെ കാര്യം, ഫസ്റ്റ് സ്റ്റെപ്പ്, നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കുന്നു എന്നുള്ളതിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പാണ് എന്ത്? ഓക്സിലറി വേർബ്. ആദ്യം നമ്മൾ കണ്ടുപിടിക്കേണ്ടത് ഓക്സിലറി വേർബ് ഏതാണ് എന്നുള്ളതാണ്. ഓക്സിലറി വെർബുകളെ കുറിച്ച് അറിയില്ലേ? അതെ, നിങ്ങൾ ഒരുപാട് തവണ കേട്ടിട്ടുള്ളതായിരിക്കും. ഇംഗ്ലീഷ് ഗ്രാമർ പഠിക്കുന്നിടത്ത് നമ്മൾ ഉറപ്പായും അറിഞ്ഞിരിക്കേണ്ട ആൾക്കാരാണ് ആം, ഈസ്, ആറ്, വാസ്, വേറ്, ഹാസ്, ഹാവ്, ഹാഡ്, ഡു, ഡസ്, ഡിഡ്, വില്ല്, വുഡ്, ഷാൾ, ഷുഡ്, ക്യാൻ, കുഡ്, മേ, മൈറ്റ്, ought to, dare, need, used to. ഈ ആളുകളെല്ലാം നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. നമുക്ക് അവയെക്കുറിച്ച് കൃത്യമായി വരുന്ന ഭാഗത്ത് പഠിക്കാം കേട്ടോ. അപ്പോൾ ആദ്യം മനസ്സിലാക്കുക, ഓക്സിലറി വെർബിനെ കണ്ടുപിടിക്കുക എന്നുള്ളതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. ശരി, ഇവിടെ ഹി ഈസ് റിച്ച് എന്ന് പറയുന്ന ഭാഗത്ത് ആരാണ് ഓക്സിലറി? വ്യക്തമായി നമുക്കറിയാം ആരാണ്. ഈസ് ആണ് അവിടുത്തെ ഓക്സിലറി അല്ലേ? സോ ഫസ്റ്റ് സ്റ്റേജ് കഴിഞ്ഞു, ഈസ് നമ്മൾ കണ്ടുപിടിച്ചു. ശരി, വരൂ, രണ്ടാമത്തെ സ്റ്റേജ് എന്താണെന്ന് നോക്കാം. രണ്ടാമതായി നമ്മൾ എന്താണ് കണ്ടുപിടിക്കേണ്ടത്? രണ്ടാമതായി നമ്മൾ കണ്ടുപിടിക്കേണ്ടത് അത് ഒരു പോസിറ്റീവ് സെന്റൻസ് ആണോ നെഗറ്റീവ് സെന്റൻസ് ആണോ എന്നുള്ളതാണ്. സോ അങ്ങനെ തന്നെ മനസ്സിലാക്കുക, സെന്റൻസ് പോസിറ്റീവ് ഓർ നെഗറ്റീവ്. സെന്റൻസ് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ എന്ന് കണ്ടുപിടിക്കുന്നതാണ് രണ്ടാമത്തെ സ്റ്റെപ്പ്. അതായത് സെന്റൻസ്, ദാറ്റ് മീൻസ് അതിൻ്റെ സ്റ്റേറ്റ്മെന്റ് പോസിറ്റീവ് ആണ് എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ഈ ക്വസ്റ്റ്യൻ ടാഗ് എന്തായിരിക്കും? നെഗറ്റീവ് ആയിരിക്കും. ഈ പോസിറ്റീവ് നെഗറ്റീവ് എന്ന് കേട്ടിട്ട് പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല, സിമ്പിൾ ആണ് പരിപാടി. എന്താ? സെന്റൻസിനകത്ത് ഒരു നെഗറ്റീവ് അർത്ഥമുള്ള എന്തെങ്കിലും വാക്കുണ്ടോ? നോ, നോട്ട്, നെവർ അല്ലേ? ഇവരെയാണ് ബേസിക് ആയിട്ട് വരുന്ന ആൾക്കാർ. ഇവരല്ലാത്തവരുണ്ട്, നമുക്കിപ്പോൾ പഠിക്കാം. സോ സെന്റൻസ് പോസിറ്റീവ് ആണെങ്കിൽ അതിൽ എന്തുണ്ടാവില്ല? നോ, നോട്ട്, നെവർ ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ക്വസ്റ്റ്യൻ ടാഗിൽ ഒരു നെഗറ്റീവ് കൊടുക്കണം. ശരി, ഇനി സ്റ്റേറ്റ്മെന്റ് നെഗറ്റീവ് ആണെങ്കിലോ
അതായത് ആദ്യത്തെ ഭാഗത്ത് നോ എന്നോ നോട്ട് എന്നോ നെവർ എന്നോ അതുപോലെ നെഗറ്റീവ് വാക്കുകൾ ഉണ്ടെങ്കിലോ നമ്മൾ എന്ത് ചെയ്യണം? ക്വസ്റ്റ്യൻ ടാഗിനെ പോസിറ്റീവ് ആക്കി മാറ്റണം. നമുക്ക് കൃത്യമായി ചോദ്യങ്ങളിലൂടെ പോവാം. സോ ഇവിടെ മനസ്സിലാക്കേണ്ടത് സെന്റൻസ് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ എന്ന് നോക്കി അതിന് തിരിച്ചുള്ള ഒരു ഭാഗം അല്ലെങ്കിൽ അതിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഒരു സംഭവം എന്ത് ചെയ്യണം? ക്വസ്റ്റ്യൻ ടാഗിൽ ആഡ് ചെയ്യണം. ഇവിടെ ഹി ഈസ് റിച്ച് എന്ന് പറയുന്ന ഭാഗത്ത് നോ നോട്ട് നെവർ നെഗറ്റീവ് ആയിട്ടുള്ള ഒരു പ്രയോഗങ്ങളും ഇല്ല. അപ്പോൾ നമുക്ക് മനസ്സിലായി അതൊരു പോസിറ്റീവ് സെന്റൻസ് സ്റ്റേറ്റ്മെന്റ് ആണ്. അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ ടാഗ് എന്തായിരിക്കണം? നെഗറ്റീവ് ആയിരിക്കണം. സോ നെഗറ്റീവ് ആക്കാൻ വേണ്ടി സാധാരണ നമ്മൾ ഉപയോഗിക്കുക എന്താ? നമ്മൾ പറഞ്ഞല്ലോ നേരത്തെ, നോട്ട് എന്ന പ്രയോഗമാണ് നെഗറ്റീവ് ആക്കുക സെന്റൻസിന്, അല്ലേ? പക്ഷെ ക്വസ്റ്റ്യൻ ടാഗിൽ ഒരിക്കലും എന്ത് ചെയ്യില്ല, അതിന് ഫുൾ ആയിട്ടുള്ള നോട്ട് എഴുതില്ല. പകരം എന്ത് ചെയ്തും ഇൻഡ് എന്ന പ്രയോഗം, നോട്ടിന്റെ ഷോർട്ട് ആയിട്ടുള്ള ഇൻഡ് എന്നാണ് എഴുതുക. സോ നമുക്ക് എന്ത് കിട്ടി? ഈസിന്റെ കൂടെ ഒരു ഇൻഡും കൂടെ ചേർക്കാം. ഈസ് ഇൻഡ് കിട്ടിയല്ലോ. രണ്ടാമത്തെ സ്റ്റേജും കഴിഞ്ഞു. ഇനി അവസാനത്തെയും മൂന്നാമത്തെയും സ്റ്റേജ്, ദ ഫൈനൽ സ്റ്റേജ്. അവസാനമായി നമ്മൾ എന്താണ് അറിയേണ്ടത്? കൃത്യമായ ഇതിൻ്റെ സബ്ജക്റ്റ്, അതായത് സ്റ്റേറ്റ്മെൻറ്റിൻ്റെ സബ്ജക്റ്റ് ഒരു പ്രോപ്പർ പ്രോനൗൺ ആണോ? എന്താ പ്രോനൗണ്? അതെ, നൗണിന് പകരം ഉപയോഗിക്കുന്നവയാണ് പ്രോനൗണ്. നൗൺ എന്ന് പറഞ്ഞാൽ എന്താ? നാമം, പേരുകൾ. നമ്മളൊരു സെൻറ്റൻസിൻ്റെ പേരുകളായിട്ടോ നാമമായിട്ടോ ഉപയോഗിക്കുന്ന ഭാഗങ്ങൾ അതിന് പകരം ഉപയോഗിക്കുന്ന ആളെയാണ് പ്രോനൗൺ എന്ന് പറയുന്നത്. പ്രധാനമായിട്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് അറിയാമായിരിക്കും, അയ്യോ ദേവി, ഹി ഷീ ഇറ്റ്, ഇവയാണ് ആര്? പ്രധാനപ്പെട്ട പ്രോനൗണുകൾ. സോ അയ്യോ ദേവി, ഹി ഷീ ഇറ്റിൽ ആരെങ്കിലും ആണോ നമ്മുടെ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ സബ്ജക്റ്റ്. അപ്പോൾ ആരാണ് സബ്ജക്റ്റ്? സബ്ജക്റ്റ് എന്ന് പറയുന്നത് സെൻറ്റൻസിൽ, അതായത് നമ്മുടെ സ്റ്റേറ്റ്മെൻറ്റിൽ ആ പ്രവൃത്തി ചെയ്യുന്നത്, അതല്ലെങ്കിൽ ആ അവസ്ഥയുള്ളത് ആർക്കാണോ അത്. സ്വാഭാവികമായിട്ടും സെൻറ്റൻസിൻ്റെ തുടക്കത്തിലെ ആദ്യത്തെ വാക്കായിരിക്കും എന്ത്? സബ്ജക്റ്റ്. സോ ആരാണ് ഇവിടെ? ഹി ഈസ് റിച്ച്. ഇവിടെ റിച്ച് എന്ന് പറയുന്നത് ധനികൻ ആരാണ്? ഹി ആണ് എന്ന് നമുക്കറിയാം. സോ ഇവിടെ ഹി ആണ് ഇവിടുത്തെ എന്ത്? സബ്ജക്റ്റ് എന്ന് പറയുന്നത്. ഈ സബ്ജക്റ്റ് ഒരു പ്രോപ്പർ പ്രോനൗൺ ആണോ എന്നാണ് നമ്മൾ നോക്കേണ്ടത്. ഒരു പ്രോപ്പർ പ്രോനൗൺ ആണോ? പ്രോനൗണുകൾ ഏതൊക്കെയാ? നമ്മൾ പറഞ്ഞല്ലോ, അയ്യോ ദേവി, ഹി ഷീ ഇറ്റ്, അല്ലേ? സോ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ആരാണ് ഇവിടെ. ഹി എന്നാണ് എന്ത്? നമ്മുടെ സബ്ജക്റ്റ്. സോ ഹി എന്താണ്? ഹി ഒരു പ്രോപ്പർ പ്രോനൗൺ ആണ്, അല്ലേ? അയ്യോ ദേവി, ഹി, ഷീ ഇറ്റിലെ ഹി ആണ് അവിടെ വന്നിരിക്കുന്നത്. സോ നമുക്കൊരു പ്രോപ്പർ പ്രോനൗൺ ആയതുകൊണ്ട് എന്ത് എഴുതാം? ഹി എന്ന് എഴുതാം. അവസാനം ഒരു ചോദ്യചിഹ്നവും ഇടാം. ഇതാണ് നമ്മുടെ ഉത്തരം. ഈ 3 സ്റ്റേജിലൂടെയാണ് നമ്മൾ എന്ത് ചെയ്തത്? കണ്ടുപിടിച്ചത്. ഇപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും ഈസിൻ്റെ ഹി എങ്ങനെ കിട്ടി. ഇതെല്ലാവർക്കും അറിയുന്ന കാര്യവുമായിരിക്കും ഒരു വിധമൊക്കെ, അല്ലേ? എന്നാൽ ഇനിയുള്ളതാണ് നമ്മൾ ഓരോന്നും കൃത്യമായി പഠിക്കാൻ പോകുന്നത്. ഏത് ചോദിച്ചാലും നമുക്ക് കിട്ടണം, അല്ലേ? ഇത് സിമ്പിൾ കാര്യമാണ്. എന്നാൽ ഇതല്ല ഇനി വരാൻ പോകുന്നത്. അപ്പം നമ്മളിപ്പോൾ പറഞ്ഞ കാര്യങ്ങൾ ഒന്ന് സിസ്റ്റമാറ്റിക് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ഒന്നും കൂടെ നോക്കാം. ശരി, ഓരോന്നായിട്ട് നമുക്കൊന്ന് പഠിക്കാം. ഈ റൂളുകളെ കുറിച്ച് ഞാൻ പറഞ്ഞല്ലോ, എളുപ്പത്തിൽ 3 റൂളുകൾ ഞാൻ പറഞ്ഞല്ലോ. ആ റൂളുകൾ ഒന്നും കൂടെ വിശദമായിട്ട് നമുക്കൊന്ന് നോക്കാം. ഫോർ പോസിറ്റീവ് സെൻറ്റൻസസ് സെൻറ്റൻസ് ടാഗ്സ് ആർ നെഗറ്റീവ്. അതായത് പോസിറ്റീവ് സെൻറ്റൻസുകളാണ് എന്ന് വിചാരിക്കുക. സെൻറ്റൻസ് പോസിറ്റീവ് ആണെങ്കിൽ ടാഗ് എന്തായിരിക്കും? നെഗറ്റീവ് ആയിരിക്കും. ഫോർ നെഗറ്റീവ് സെൻറ്റൻസസ്, നെഗറ്റീവ് സെൻറ്റൻസുകളാണെങ്കിലോ ടാഗ് പോസിറ്റീവ് ആയിരിക്കും. നമ്മൾ പറഞ്ഞു കഴിഞ്ഞു, അല്ലേ? സെൻറ്റൻസിൻ്റെ അതിൻ്റെ ഓപ്പോസിറ്റ് ആയിരിക്കും നമ്മുടെ ക്വസ്റ്റ്യൻ ടാഗ് ഉണ്ടാവുക എന്നുള്ളത്. അപ്പോൾ നമുക്ക് ചോദ്യത്തിലൂടെ അതൊന്ന് കണ്ടുപിടിക്കാം. എങ്ങനെയാണ് ചോദ്യത്തിലൂടെ നമുക്ക് ആ ഉത്തരം എത്താൻ പറ്റുന്നത് നോക്കാം. സെൻറ്റൻസ് നോക്കൂ. ഇറ്റ് ഈസ് വെരി ഹോട്ട്. സോ ഡാഷ് ഇട്ടിട്ടുണ്ട്, ക്വസ്റ്റ്യൻ മാർക്കും ഉണ്ട്. അപ്പോൾ നമുക്ക് മനസ്സിലായി എന്താ? ഒരു കോമ വന്നു, അതിനുശേഷം ഒരു ക്വസ്റ്റ്യൻ മാർക്കും വരുന്ന ഭാഗമാണെങ്കിൽ ഇറ്റ് ഈസ് എ ക്വസ്റ്റ്യൻ ടാഗ്. പരീക്ഷയ്ക്ക് ശ്രദ്ധിച്ച് മനസ്സിലായിക്കോളുക. ഒരു സ്റ്റേറ്റ്മെൻറ്റ് തന്നിട്ടുണ്ട്, ഒരു സെൻറ്റൻസ് തന്നിട്ടുണ്ട്, ഒരു കോമയുണ്ട്, ഒരു ബ്ലാങ്കും ക്വസ്റ്റ്യൻ മാർക്കും ഉണ്ടെങ്കിൽ ആരാണത്? ക്വസ്റ്റ്യൻ ടാഗാണ്. ചോദ്യം ഉണ്ടാക്കി എഴുതി കളയരുത്. അവിടെ WH ക്വസ്റ്റ്യൻ ആണോ SOറിൻ്റെ ക്വസ്റ്റ്യൻ ആണോ എന്ന് ആലോചിച്ചിരിക്കരുത്. അതെന്തായിരിക്കും? ക്വസ്റ്റ്യൻ ടാഗ് ആയിരിക്കും. ഓക്കെ ആണല്ലോ? ശരി. ഇറ്റ് ഈസ് വെരി ഹോട്ട് എന്നാണ് സെൻറ്റൻസ്. ഇവിടെ നമ്മൾ നോക്കേണ്ടത് സെൻറ്റൻസ് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ എന്നുള്ള. ഇറ്റ് ഈസ് വെരി ഹോട്ട്. സോ സെൻറ്റൻസിനകത്ത് എന്തില്ല? നെഗറ്റീവ് ആയിട്ടുള്ള പ്രയോഗങ്ങളില്ല, അല്ലേ? ഭയങ്കര ചൂടാണ്, ചൂട് എന്ന് പറയുന്ന ഭയങ്കര നെഗറ്റീവ് ആയിട്ടുള്ളൊരു ഭയങ്കര അസ്വസ്ഥത ഉണ്ടാക്കുന്ന കാര്യമാണ്. അങ്ങനെ ആലോചിച്ചേക്കരുതേ. സെൻറ്റൻസിൽ നെഗറ്റീവ് ആയിട്ടുള്ള ഏതെങ്കിലും വാക്കുകളുണ്ടോ? ദാറ്റ് മീൻസ് ഇത്തരത്തിൽ നോ, നോട്ട്, നെവർ തുടങ്ങിയ പ്രയോഗങ്ങളുണ്ടോ എന്നാണ് ഉദ്ദേശിക്കുന്നത്. അല്ല സെൻറ്റൻസിൽ പറയുന്ന കാര്യം നെഗറ്റീവ് ആണോ പോസിറ്റീവ് ആണോ എന്നുള്ളതല്ല, സെൻറ്റൻസിൻ്റെ സ്ട്രക്ചറാണ് നോക്കേണ്ടത് കേട്ടോ. സോ ഇറ്റ് ഈസ് വെരി ഹോട്ട്.
നല്ല ചൂടാണല്ലോ, അയ്യോ അതൊരു നെഗറ്റീവ് കാര്യമാണ് എന്ന് വിചാരിച്ച് കളയരുതേ. ചൂട് ഭയങ്കര ചൂടുള്ളത് നെഗറ്റീവ് തന്നെയാണ്. പക്ഷെ ഇവിടെ അങ്ങനെയല്ല. ഇവിടെ സെന്റൻസിനകത്ത് നോ എന്നോ നോട്ട് എന്നോ നെഗറ്റീവ് ആയിട്ടുള്ള ഒരു പ്രയോഗവും ഇല്ല. ഇറ്റ് ഈസ് വെരി ഹോട്ട്. സോ ഇതൊരു പോസിറ്റീവ് സെന്റൻസ് ആണെന്ന് മനസ്സിലായിട്ടുണ്ടാവും. സോ നമ്മൾ നേരത്തെ പഠിച്ചതൊന്ന് ഇവിടെ അപ്ലൈ ചെയ്യല്ലേ? ശരി, നോക്കാം. ഇവിടെ നമുക്ക് ആദ്യം വേണ്ടത് ആരാ? ഓക്സിലറി വെർബ്. ഇവിടെ ഓക്സിലറി വെർബ് ഉണ്ടോ? ഉണ്ട് അല്ലേ? ഈസ് എന്ന് പറയുന്ന ഓക്സിലറി വെർബ് ഉണ്ട്. സോ നമുക്ക് എന്ത് ചെയ്യാം? ഈസിന് ഇങ്ങോട്ട് എഴുതാം. സെന്റൻസിൽ നോ നോട്ട് നെവർ നെഗറ്റീവ് ആരും ഇല്ലല്ലോ, ഇല്ല. അപ്പം നമ്മൾ എന്ത് കൊടുക്കാം? ഇൻഡ് എന്ന് കൊടുക്കാം. സോ ഈസ് ഇൻഡ്. ഫസ്റ്റ് സ്റ്റേജ് ഓക്കെ ആണല്ലോ, 2 സ്റ്റേജ് റെഡി ആയല്ലോ. അവസാനത്തെ സ്റ്റേജ് നമുക്ക് വേണ്ടത് സബ്ജക്റ്റിനകത്ത് ഒരു പ്രോപ്പർ പ്രോനൗൺ ആണോ എന്ന് കണ്ടുപിടിക്കുക. ഇവിടെ സബ്ജക്റ്റ് ആരാ? ഇറ്റ് അല്ലേ? ഇറ്റ് ആണ് പ്രയോഗം. അയ്യോ ദേവി, ഹി ഷി ഇറ്റ്. ഓർമ്മയില്ലേ ഇറ്റിനെ? അത് തന്നെ. സോ ഇറ്റ് എന്താണ്? ഒരു പ്രോപ്പർ പ്രോനൗൺ ആണ് എന്ന് മനസ്സിലാക്കുക. സോ ഈസിൻഡ് ഇറ്റ്. കിട്ടിയോ? ഈസിൻഡ് ഇറ്റ് എന്നാണ് ഉത്തരം. കാരണം എന്താ? വ്യക്തമായി മനസ്സിലാക്കുക. പോസിറ്റീവ് സെന്റൻസ്. ഇവിടെ ഇറ്റ് ഈസ് വെരി ഹോട്ട് എന്ന് പറയുന്ന ഒരു പോസിറ്റീവ് സെന്റൻസ്. അതുകൊണ്ട് എന്ത് വേണം? നെഗറ്റീവ് ടാഗ്. ഈസിൻഡ് ഇറ്റ് എന്ന് പറയുന്നത് നെഗറ്റീവ് അല്ലേ? ഈസിൻഡ് ഇൻഡ് എന്ന് പറഞ്ഞില്ലേ? എൻഡ് എന്ന് പറഞ്ഞ എന്താ? നോട്ടല്ലേ? യാ, ശരി. അപ്പം മറ്റൊരു ചോദ്യം നോക്കുക. നമുക്ക് അടുത്തൊരു ചോദ്യം. ഇറ്റ് ഈസ് നോട്ട് ക്ലിയർ. ഇത് വ്യക്തമല്ല. ഇറ്റ് ഈസ് നോട്ട് ക്ലിയർ. ഇത് ക്ലിയർ അല്ല അല്ലേ? ക്ലിയർ അല്ല ലേ. ആ ലേ ആണ് നമുക്ക് വേണ്ടത് അല്ലേ? മലയാളത്തിലായിരുന്നെങ്കിൽ വളരെ എളുപ്പമായിരുന്നു. ലേ 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 ലേ. പക്ഷെ ഇംഗ്ലീഷിൽ അത് പറ്റില്ല. നോക്കാം എങ്ങനെ കണ്ടുപിടിക്കും. ഇറ്റ് ഈസ് നോട്ട് ക്ലിയർ. ഇവിടെയും ആരാണ് ഓക്സിലറി വെർബ്? അതെ, ഈസ് കൃത്യമായി കാണുന്നുണ്ട്. സോ ഞാൻ ഈസിനെ ഇങ്ങോട്ട് എഴുതി. ഫസ്റ്റ് സ്റ്റേജ് കഴിഞ്ഞു. ഇനി രണ്ടാമത്തെ സ്റ്റേജ്. ഇറ്റ് ഈസ് നോട്ട് ക്ലിയർ. ആരാ ഉള്ളത് ഇവിടെ? നെഗറ്റീവ് പ്രയോഗമായിട്ടുള്ള നോട്ടിനെ അവിടെ കാണാം അല്ലേ? സോ സെന്റൻസ് എന്തായി? നെഗറ്റീവായി. നോട്ട് വന്നില്ലേ? അപ്പൊ ഇനി ഇവിടെ ഇൻഡ് ചേർക്കണോ? വേണ്ട, ഇൻഡ് ചേർക്കണ്ട. ബിക്കോസ് സ്റ്റേറ്റ്മെന്റ് സെന്റൻസ് നെഗറ്റീവ് ആണെങ്കിൽ ക്വസ്റ്റ്യൻ ടാഗ് എന്തായിരിക്കണം? പോസിറ്റീവ് ആയിരിക്കണം. സോ ഇനി ഇവിടെ നോട്ടിന്റെ ചെറുരൂപമായ ഇൻഡ് ചേർക്കരുത്. ശരി, ഈസ് കിട്ടി. രണ്ടാമത്തെ സ്റ്റേജും കഴിഞ്ഞു. കാരണം ഇവിടെ നോട്ട് ഉള്ളത് കൊണ്ട് നമ്മൾ ഇവിടെ നോട്ട് ചേർത്തില്ല അല്ലേ? ശരി, ഇനി സബ്ജക്റ്റിലേക്ക് പോവാം അല്ലേ? സബ്ജക്റ്റ് ഒരു പ്രോപ്പർ പ്രോനൗൺ ആണോ? ഇറ്റ്. നമ്മളിപ്പോൾ പറഞ്ഞേ ഉള്ളൂ അല്ലേ? അതെ, അയ്യോ ദേവി, ഹി ഷി ഇറ്റ്. ഇറ്റ് ഒരു പ്രോപ്പർ പ്രോനൗൺ ആണ്. അപ്പോൾ നമ്മൾ എന്ത് ചേർക്കാം? ഇറ്റ് ചേർക്കാം. അപ്പോൾ പ്രോനൗൺ അല്ലെങ്കിൽ അല്ലേ, പ്രോപ്പർ പ്രോനൗൺ അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുമെന്ന സംശയം നിങ്ങൾക്കുണ്ടാവും. നമ്മളത് ക്ലിയർ ചെയ്യും. ഇവിടെ തന്നെ ക്ലിയർ ചെയ്യും. ഡോൺ വെറി കേട്ടോ, അടുത്ത ചോദ്യങ്ങളിൽ അത് വരുന്നുണ്ട്. ശരി, അപ്പോൾ ഇവിടെ എന്താ സംഭവിച്ചത്? നെഗറ്റീവ് സെന്റൻസ് ആണ് വന്നത് അല്ലേ? ഇറ്റ് ഈസ് നോട്ട് ക്ലിയർ എന്നല്ലേ വന്നത്? നോട്ട്. സോ നമ്മൾ എന്ത് ചെയ്തു? പോസിറ്റീവ് ടാഗ് ആണ് എഴുതിയത്. കിട്ടിയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതിന്റെ കൂടെ തന്നെ പഠിച്ചിരിക്കേണ്ട കാര്യമാണെന്ത്? നെഗറ്റീവ് വേർഡ്സ്. ആരൊക്കെയാണ് നെഗറ്റീവ് വാക്കുകൾ? സെന്റൻസിനെ നെഗറ്റീവ് ആക്കുമെന്ന് പറഞ്ഞല്ലോ, അത് ആരൊക്കെയാണ്? പ്രധാനമായിട്ടുള്ള ആൾക്കാരാണ് താഴെ കൊടുത്തിരിക്കുന്നത്. നമുക്കറിയാം നോ, നോട്ട്, നെവർ. ആ പ്രയോഗം എപ്പോഴും ഉള്ളതാണ്. അതുപോലെ തന്നെ നോട്ട്, സ്വാഭാവികമായിട്ടും നോയോ നോട്ടോ. ലിറ്റിൽ. ലിറ്റിൽ എന്ന വാക്ക് ഒറ്റയടിക്ക് കേൾക്കുമ്പോൾ നമുക്ക് തോന്നും കുറച്ച് എന്നുള്ള അർത്ഥത്തിലാണ്. അല്ല, എ ലിറ്റിൽ എന്ന് പറയുന്നതാണ് കുറച്ച്. വെറും ലിറ്റിൽ എന്ന് മാത്രം വന്നു കഴിഞ്ഞാൽ അത് നെഗറ്റീവാണ്, ഇല്ല എന്നർത്ഥം. ഫ്യൂ എന്നാലും വളരെ കുറച്ച് എന്നർത്ഥം തോന്നാം. അല്ല, എ ഫ്യൂ ആണ് കുറച്ച്. ഫ്യൂ എന്ന് പറയുന്നത് എന്താണ്? നെഗറ്റീവാണ്. ഹാർഡ്ലി, സ്കേഴ്സ്ലി, നെവർ, റെയർലി, സെൽഡം, ഈ തുടങ്ങിയ ആളുകളൊക്കെ സെന്റൻസിൽ വന്നു കഴിഞ്ഞാൽ സെന്റൻസ് എന്താകും? നെഗറ്റീവ് ആകും. അപ്പോൾ സൂക്ഷിച്ചോളാ, ഈ ആളുകളൊക്കെ വരുന്നുണ്ടോ നോക്കുക. ഉണ്ടെങ്കിൽ നെഗറ്റീവ് ആയിരിക്കും. ക്വസ്റ്റ്യൻ ടാഗിന് എന്താക്കണം? പോസിറ്റീവ് ആക്കി മാറ്റണം. ക്ലിയർ അല്ലേ? ഈ സ്റ്റേജ് ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു. നമുക്ക് അടുത്ത സ്റ്റേജിലേക്ക് പോവാം. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഇഫ് ദ ഓക്സിലറി വേർബ് ഈസ് ആബ്സെന്റ് ഇൻ ദ സെന്റൻസ്, സ്പ്ലിറ്റ് ദ വേർബ് ടു ഗെറ്റ് ഇറ്റ്. അപ്പോൾ അടുത്തതായിട്ട് നമ്മൾ നേരിടാൻ പോകുന്ന മറ്റൊരു പ്രശ്നം, നമ്മളിപ്പോൾ പറഞ്ഞു ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഓക്സിലറി വെർബിനെ കണ്ടുപിടിക്കുക എന്നുള്ളതാണ് അല്ലേ? അപ്പോൾ ഓക്സിലറി വെർബിനെ കണ്ടുപിടിക്കാൻ നോക്കുന്ന നേരത്ത് നമ്മൾ പോയി നോക്കുന്ന ഒരു സെന്റൻസ് ആണ് താഴെ കാണുന്നത്. ദേ ലൈക്ക് ആപ്പിൾ. അവർക്ക് ആപ്പിൾ ഇഷ്ടമാണ് അല്ലേ? നമുക്ക് അല്ലേ ചോദിക്കണം. പക്ഷെ തിരഞ്ഞു നോക്കുന്ന സമയത്ത് ആരില്ല? ഓക്സിലറി വെർബ് ഇല്ല. നമ്മുടെ ഫസ്റ്റ് സ്റ്റേജ് തന്നെ പാളിപ്പോയി. കാരണം എന്താ? നമ്മുടെ ഫസ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത് ഓക്സിലറി വെർബിനെ കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. ഇവിടെ ആരില്ല. ആമി, ഈസ്, ആറ്, വാസ്, വേറെ, ഹാസ്, ഹാവ്, ഹാഡ്, ആരുമില്ല. സോ ആരില്ല? ഓക്സിലറി വെർബ് ഇല്ല. അപ്പോൾ എന്ത് ചെയ്യണമെന്നാണ് ഈ കൃത്യമായ ഹെഡിങ്ങിൽ പറഞ്ഞിരിക്കുന്നത്. ഇഫ് ദ ഓക്സിലറി വെർബ് ഈസ് ആബ്സെന്റ്, സെന്റൻസിനകത്ത് നമുക്ക് തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെന്റിനകത്ത് ഓക്സിലറി വെർബ് ഇല്ലെങ്കിൽ ഇൻ ദ സെന്റൻസ്, സ്പ്ലിറ്റ് ദ വെർബ് ടു ഗെറ്റ് ഇറ്റ്.
നമ്മൾ ആ വെർബ് കണ്ടുപിടിക്കുക, ആ വെർബിനെ സ്പ്ലിറ്റ് ചെയ്ത് നോക്കുക, അതിനകത്ത് ഒളിച്ചിരിക്കുന്നുണ്ടാവും ആര്? നമ്മൾക്ക് വേണ്ട ഓക്സിലറി വെർബ്. സോ അതാണ് നമ്മൾ ഇനി ചെയ്യാൻ പോകുന്നത്. നോക്കാം. ദേ ലൈക്ക് ആപ്പിൾ എന്ന് പറയുന്ന സെന്റൻസിനകത്ത് ഓക്സിലറി ഇല്ല, ഒറ്റ നോട്ടത്തിൽ നമുക്ക് മനസ്സിലായി. ശരി, അപ്പം നമ്മൾ ഇനി കണ്ടുപിടിക്കേണ്ടത് ഇതിനകത്ത് വേർബ് ആരാണെന്നുള്ളതാണ്. ദേ ലൈക്ക് ആപ്പിൾ, അവർക്ക് ആപ്പിള് ഇഷ്ടമാണ് എന്ന് പറയുന്നിടത്ത് നമുക്കറിയാം ഇഷ്ടമാണെന്ന് പറയുന്ന ലൈക്കാണ് ഈ സെന്റൻസിന്റെ എന്ത്? വേർബ് എന്ന് പറയുന്നത്, അല്ലേ? ലൈക്കാണ് ഇവിടുത്തെ വേർബ്. സോ നമുക്ക് വെർബിനെ കിട്ടി. നമ്മൾ ഇനി വെർബിനെ എന്ത് ചെയ്യാൻ പോവാണ്? സ്പ്ലിറ്റ് ചെയ്യാൻ പോവാണ്. നമുക്ക് വേണ്ട ആളുകളെ പുറത്തെടുക്കാൻ പോവാണ്. അപ്പോൾ അതിൽ കൃത്യമായി മനസ്സിലാക്കേണ്ട കാര്യം, ഈ ഒളിച്ചിരിക്കുന്ന സ്വഭാവമുള്ള ഓക്സിലറി വെർബുകളാണ് 3 പേര്. ആരൊക്കെയാണത്? ഡു, ഡസ്, ഡിഡ്, അല്ലേ? അതെ, ഇവർ 3 പേരും എന്താണ്? ഒളിച്ചിരിക്കുന്ന ആൾക്കാരാണ്. അതായത് വെർബിന്റെ ഉള്ളിൽ കയറിയിരിക്കും, നമുക്ക് അവരെ സ്പ്ലിറ്റ് ചെയ്ത് പുറത്തേക്ക് എടുക്കാൻ പറ്റും. ശരി, എന്താണ് ഇവിടെ ചെയ്യുക? നമുക്കിവിടെ തന്നിരിക്കുന്നത് ലൈക്ക് എന്ന് പറയുന്ന വാക്കാണ്, അല്ലേ? ലൈക്ക്. സോ ലൈക്ക് ഡു ഫോം ആണോ, ഡസ് ഫോം ആണോ, ഡിഡ് ഫോം ആണോ എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതായത് ലൈക്കിൽ നിന്ന് നമുക്ക് പുറത്തെടുക്കാൻ പറ്റുന്ന ഓക്സിലറി വെർബ് ആരാണ്? നോക്കാം എന്താ ചെയ്യുക. ലൈക്ക് എന്ന പ്രയോഗത്തിന്റെ മറ്റു രൂപങ്ങൾ മനസ്സിലെന്ന് ആലോചിക്കാം. അതായത് ലൈക്കിന്റെ V1 രൂപങ്ങളാണ് എന്ത്? ലൈക്കും അല്ലെങ്കിൽ ലൈക്സും, അല്ലേ? സോ ലൈക്ക്, ലൈക്സ് എന്നായിരുന്നെങ്കിൽ അതൊക്കെ V1 ഫോം എന്ന് പറയാം. ലൈക്ക് എന്നാവുമ്പോൾ അതിൻ്റെ രൂപം എന്ന് പറയുന്നത് ഡു ആണ്. ലൈക്സ് എന്ന് പറയുമ്പോൾ അതെന്താണ്? ഡസ് ആണ്. ഇനി V2 രൂപമാണെങ്കിൽ നമുക്ക് എന്താ വരിക? ലൈക്ഡ് എന്നാണ് വരിക, അല്ലേ? ലൈക്ഡ് ED ഫോം വരുമ്പോൾ ഉറപ്പായിട്ടും അത് എന്ത് രൂപമാണ്? ഡിഡ് രൂപമാണുള്ളത്. അപ്പൊ കൃത്യമായിട്ട് മനസ്സിലായല്ലോ. ലൈക്ക് ആണെങ്കിൽ ഡൂവിനെ പുറത്തെടുക്കാം, ലൈക്സ് എന്നായിരുന്നെങ്കിൽ ഡസിനെ പുറത്തെടുക്കാം. എങ്ങനെ മനസ്സിലാവും? എസ് പ്രയോഗം, അല്ലേ? ഇതിനെ എന്താ പറയാ? VS, അതായത് വേർബ് സിംഗുലർ എന്നാണ് പറയാം കേട്ടോ. പ്ലൂറൽ ഫോം ആണ് ലൈക്ക്, സിംഗുലർ ഫോം ആണ് എന്ത്? ലൈക്സ്. ഒരാൾ മാത്രം ഉണ്ടാകുമ്പോഴാണ് നമ്മൾ ലൈക്സ് എന്ന് പറയാ. ഇവിടെ ദേ എന്ന് പറഞ്ഞുകൊണ്ട്, അല്ലെ, അയ്യോ ദേവി, ഈ പ്രയോഗങ്ങൾ വരുമ്പോൾ എന്താണ്? അത് പ്ലൂറലാണ്. അത് നമുക്ക് മറ്റൊരു ടോപ്പിക്കാണ്, മനസ്സിലാക്കാം. എന്തായാലും ഇവിടെ കൃത്യമായി മനസ്സിലാക്കുക, V1ന്റെ 2 രൂപങ്ങളാണ് എന്ത്? ലൈക്കും ലൈക്സും. അതിൽ ലൈക്ക് എന്ന് പറയുന്നത് ഡു ഫോം, ലൈക്സ് എന്ന് പറയുന്നത് ഡസ് ഫോം. അപ്പോൾ യെസ് കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഡസ് ഫോം ആണ് എന്നുള്ളത്, അല്ലേ? അത് വെർബ് സിംഗുലർ എന്നാണ് പറയാം. ശരി, V2 എന്താ? പാസ്റ്റ് ഫോം, അല്ലേ? പാസ്റ്റ് ഫോം എന്താണ്? ലൈക്ക്ഡ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ആരെടുക്കാമായിരുന്നു? ഡിഡിനെ പുറത്തേക്ക് എടുക്കാമായിരുന്നു. ഇനി മുകളിലേക്ക് ചോദ്യത്തിലേക്ക് പോവാം. ദേ ലൈക്ക് ആപ്പിൾ. ദേ ലൈക്ക് ആപ്പിൾ എന്ന് പറയുന്നിടത്ത് ഇതിൽ ഏത് രൂപമാണുള്ളത്? ലൈക്ക് എന്നാണുള്ളത്. ലൈക്ക് ആവുമ്പോൾ ആരെടുക്കാനാണ് നമ്മൾ പറഞ്ഞത്? ഡൂവിനെടുക്കാനാണ് പറഞ്ഞത്, അല്ലേ? ശരി, അപ്പൊ നമുക്ക് ആരെടുക്കാം? ഡൂവിനെ എടുക്കാം. നമുക്ക് ഓക്സിലറി ഉണ്ടായിരുന്നില്ല, നമ്മൾ ഓക്സിലറി കണ്ടുപിടിച്ചു. ബാക്കി സ്റ്റെപ്പൊക്കെ പഴയ പോലെ തന്നെ. ദേ ലൈക്ക് ആപ്പിളിൽ നോ, നോട്ട്, നെവർ ഇല്ല. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തു? ഡോണ്ട്, അല്ലെ? ഇൻഡ് ചേർത്തു. ഇനി സബ്ജക്റ്റ് ആരാ? ദേ ആണ്. ദേ ഒരു പ്രോപ്പർ പ്രൊനൗൺ ആണ്. അയ്യോ ദേവി. സോ ദേ ആണ്. സോ നമുക്ക് പ്രോപ്പർ പ്രൊനൗൺ ആയ ദേനെ ഇങ്ങോട്ട് എഴുതാം. സോ എന്താണ്? ഡോണ്ട് ദേ എന്ന് പറയുന്നതാണ് നമ്മുടെ ഉത്തരം. കിട്ടിയല്ലോ. എങ്ങനെ ഡു, ഡസ്, ഡിഡിനെ പുറത്തെടുക്കാമെന്ന് മനസ്സിലായല്ലോ. സോ ഇനി വരുന്ന ചോദ്യങ്ങളിൽ നമുക്ക് എന്ത് ചെയ്യാം? അത് വളരെ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കാം. അപ്പോൾ പ്രധാനപ്പെട്ട ആ സ്പ്ലിറ്റ് ചെയ്യുന്ന പരിപാടി എന്താണെന്ന് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അടുത്ത പ്രധാനപ്പെട്ട കാര്യം, ഓൺലി ഷോർട്ട് നെഗറ്റീവ് ഫോം ഈസ് യൂസ്ഡ് ഇൻ ദ ടാഗ്. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, അല്ലേ? നെഗറ്റീവ് ആക്കണം ടാഗിനെ. അപ്പം നോട്ട് ചേർക്കാം, പക്ഷെ നോട്ട് ചേർക്കാൻ പറ്റില്ല. നോട്ടിൻ്റെ ചുരുക്ക രൂപം മാത്രമേ ചേർക്കാൻ പറ്റുകയുള്ളൂ എന്ന് ഞാൻ പറഞ്ഞു. സോ ആ കാര്യം എന്ത് ചെയ്യുക? പ്രത്യേകം ശ്രദ്ധിക്കുക. അതായത് ഓൺലി ഷോർട്ട് നെഗറ്റീവ് ഫോം ഈസ് യൂസ്ഡ് ഇൻ ടാഗ്സ്. എന്ത് മാത്രമേ യൂസ് ചെയ്യുള്ളൂ? ഷോർട്ട് നെഗറ്റീവ് ഫോം, അല്ലെ? നമ്മൾ ഇൻഡ് എന്ന് പറയുന്ന പ്രയോഗം, അല്ലേ? ഈ ഇൻഡ് എന്ന് പറയുന്ന പ്രയോഗത്തിന്റെ സമയത്ത് ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. എന്താണത് നോക്കാം. അതായത് ഇവിടെ നമുക്കൊരു ചോദ്യം തന്നിട്ടുണ്ട്, നോക്കാം ആദ്യം. ഷീ വിൽ കം, അവൾ വരും, അല്ലേ? അല്ലേ? ഷീ വിൽ കം. വിൽ എന്ന പ്രയോഗമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അതായത് ഇവിടുത്തെ പ്രശ്നം, നമ്മൾ ആദ്യം കണ്ടുപിടിക്കുന്ന ഓക്സിലറി ആരാണ്? നമുക്കറിയാം വില്ലാണ്, അല്ലേ? സോ ഞാൻ എന്ത് ചെയ്തു? വില്ലിനെ ഇങ്ങോട്ട് എഴുതി എന്ന് വിചാരിക്കാം. പിന്നെ എനിക്ക് എന്ത് മനസ്സിലായി? സെൻറ്റൻസിനകത്ത് നോ, നോട്ട്, നെവർ ഇല്ല. അപ്പോൾ എന്ത് ചേർക്കണം? നോട്ട് ചേർക്കണം, അല്ലേ? നോട്ട് പറ്റില്ല, ഇൻഡ്. അപ്പോൾ വില്ലിൻഡ് എന്ന് ചേർക്കാൻ പറ്റുമോ? അതല്ലെങ്കിൽ വിൽ നോട്ട് എന്ന് ചേർക്കാൻ പറ്റുമോ? ഇല്ല. നോട്ട് എന്നോ ഇൻഡ് എന്നോ പറ്റില്ല, കാരണം ചെറിയ വ്യത്യാസമുണ്ട് ആ പ്രയോഗത്തിന്. അവിടെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം. അപ്പോൾ എന്ത് ചെയ്യും? എന്താണ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത്? അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ് താഴെ കൊടുത്തിരിക്കുന്നത് എന്ന് മനസ്സിലാക്കുക.
അതായത് പോസിറ്റീവ് നെഗറ്റീവ് ഓരോന്നിൻ്റെയും ഓരോ ഓക്സിലറി വെർബിൻ്റെയും പോസിറ്റീവ് നെഗറ്റീവ് ഞാൻ അവിടെ കൊടുത്തിട്ടുണ്ട്. ശരി, നോക്കാം. ഈസ് ആണെങ്കിൽ ഈസിൻഡ്, ആർ ആണെങ്കിൽ ആറിൻഡ്, ആം ആണെങ്കിൽ ആറിൻഡ്. അവിടെയാണ് പ്രധാനപ്പെട്ട ഒരാൾ കിടക്കുന്നത്. അതായത് ആം ആണെങ്കിൽ ആറിൻഡ്. അതായത് ആമിൻഡ് എന്ന് പറയുന്ന പ്രയോഗം ഇംഗ്ലീഷിൽ ഇല്ല. ആം, ആമിൻഡ് ഇല്ല. ആം ഉണ്ട്, ആമിൻഡ് ഇല്ല അല്ലേ? അപ്പം അതിന് പകരം എന്താ കൊടുക്കേണ്ടത്? ആറിൻഡ്. വാസ് വാസിൻ്റെ, വേർ വേറിൻ്റെ, ഹാസ് ഹാസിൻ്റെ, ഹാവ് ഹാവിൻ്റെ, ഹാഡ് ഹാഡിൻ്റെ. അതിലൊന്നും ഒരു മാറ്റവും ഇല്ല. അതേപോലെ തന്നെ ഇൻഡി ചേർത്ത് പോയാൽ മതി. ഡു ഡോണ്ട് അറിയാലോ. ഡസ് ഡസിൻഡ്, ഡിഡ് ഡിഡിൻഡ്, ക്യാൻ കോണ്ട്, കുഡ് കുഡിൻഡ്, വില്ല്. വില്ല് ശ്രദ്ധിച്ചോളാ. വില്ലിനെന്താ? വോണ്ട്. നമ്മൾ മുകളിൽ എഴുതിയത് വില്ലിൻ്റെ എന്നാണല്ലേ? അത് തെറ്റല്ലേ? ശരി, അപ്പോൾ അത് തെറ്റാതിൻ്റെ പ്രധാന കാരണം എന്താണെന്നുള്ളത് മനസ്സിലായിക്കോളാം. വില്ല് വോണ്ടാണ് വരിക. വുഡ് വുഡിൻ്റെ, മെയിൻ്റെ, മൈറ്റിൻ്റെ, ഷാൾ. അടുത്തത് ശ്രദ്ധിക്കേണ്ട ആളാരാ? ഷാൾ, ഷാണ്ട് എന്നാണ് പറയുന്നത് അല്ലേ? എല്ല് വരുന്നില്ല, ഷാണ്ട് എന്ന പ്രയോഗമാണ്. ഷുഡിൻ്റെ, മസ്റ്റിൻ്റെ, നീഡിൻ്റെ, ഡയറിൻ്റെ, യൂസ്ഡ് ഡിഡിൻ്റെ. ഇവിടെയും ശ്രദ്ധിക്കുക, യൂസ്ഡ് ടു എന്ന് പറയുന്ന പ്രയോഗം വരുന്നുണ്ടെങ്കിൽ ഡിഡിൻ്റെ ആണ് ഉപയോഗിക്കേണ്ടത്, ഓട്ടിൻ്റെ. സോ ഈ റെഡ് മാർക്കിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളൊന്ന് ശ്രദ്ധിക്കാൻ വേണ്ടിയാണ് ഈ ടേബിൾ കൊടുത്തിരിക്കുന്നത്. ബാക്കിയെല്ലാം നിങ്ങൾക്ക് വ്യക്തമായി അറിയാം. സോ വളരെ ശ്രദ്ധിച്ചോളാം. ആം ആറിൻഡ് എന്നാണ് വരിക, വില്ല് വോണ്ട് എന്നാണ് വരിക, ഷാള് ഷാണ്ട് എന്നാണ് വരിക, യൂസ്ഡ് ടു വരുന്ന സമയത്ത് ഡിഡിൻഡ് എന്നാണ് വരിക. സോ അതൊന്ന് കൃത്യമായി ശ്രദ്ധിച്ചോളാം. ബാക്കിയെല്ലാം നമുക്ക് ഒറ്റ നോട്ടത്തിൽ അറിയാവുന്ന ആൾക്കാർ തന്നെ. ശരി, ഇനി മുകളിലത്തെ ചോദ്യത്തിന് ഉത്തരം ഒന്ന് കണ്ടുപിടിച്ചാലോ? ഷീ വിൽ കം, അവൾ വരുമല്ലേ? ആരാണ് ഓക്സിലറി? വില്ലാണ്. പക്ഷെ വില്ല് ഒറ്റയടിക്ക് എഴുതാൻ പറ്റുമോ? ഇല്ല. സെൻറ്റൻസിൽ നോ ആണോ നോട്ട് ആണോ എന്ന് നോക്കണം. സോ നെഗറ്റീവ് ആരെങ്കിലും ഉണ്ടോ എന്ന് നോക്കണം. ഉണ്ടോ? ഷീ വിൽ കം, നെഗറ്റീവ് ഇല്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? അതിന് നെഗറ്റീവ് ആക്കണം. അപ്പം മനസ്സിലാക്കുക, വില്ലിൻ്റെ നെഗറ്റീവ് ഫോം വോണ്ടാണ്. സോ ഞാൻ എന്ത് എഴുതണം? വോണ്ട് എന്ന് എഴുതണം അല്ലേ? വില്ലിൻ്റെ വോണ്ടാണ്. അപ്പോൾ അത് ശ്രദ്ധിച്ചോളാം. പ്ലസ് സബ്ജക്റ്റിലാരാ? ഷീ ആണ്. ഷീ ഒരു പ്രോപ്പർ പ്രൊനൗൺ ആണ്. സോ എന്ത് ചേർക്കാം? വോൺ ഷീ എന്ന് ചേർക്കാം. ആൻസർ കിട്ടിയോ? നിങ്ങൾക്ക് കിട്ടിയോ? സോ ഈ ടേബിൾ കൃത്യമായിട്ടൊന്ന് ഓർത്ത് വെച്ചോളാം. അതിൽ മാർക്ക് ചെയ്തിരിക്കുന്ന ആൾക്കാരെ പ്രത്യേകം ശ്രദ്ധിച്ചോളാം. അപ്പം നമുക്ക് അടുത്ത കാര്യം, ക്വസ്റ്റ്യൻ ടാഗ് ഫോം ഓഫ് ആം നോട്ട് ഈസ് ആർ ഇൻ. അപ്പോൾ ആ ടേബിളിൽ നിന്ന് നിങ്ങൾ എടുക്കേണ്ടത് അധിക എക്സാമുകൾക്കും എപ്പോഴും നമ്മളെ തെറ്റിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു പ്രയോഗമാണ് എന്നുള്ളത് സൂക്ഷിച്ചോളാം. ആ കാര്യമാണ് ഇവിടെ പറയുന്നത്. എന്താണ് ആ കാര്യം? ഇതാണ് ആ കാര്യം. ക്വസ്റ്റ്യൻ ടാഗ് ഫോം ഓഫ് ആം നോട്ട്. ആം നോട്ട് എന്ന് പറയുന്ന പ്രയോഗം, അതായത് ആം നോട്ട് എന്ന് നമുക്ക് എപ്പോഴെങ്കിലും എഴുതണമെങ്കിൽ ക്വസ്റ്റ്യൻ ടാഗിൽ ആമിൻ്റെ എന്ന് എഴുതാൻ പറ്റുമോ? ഇല്ല. ആറിൻഡ് എന്ന് എഴുതാനേ പറ്റുള്ളൂ. ശ്രദ്ധിച്ചോളാം. ആറിൻഡ്, ആമിൻ്റെ ഇല്ല, ആറിൻഡ്. അപ്പം നമുക്ക് ഈ ചോദ്യത്തിന് ഉത്തരം എഴുതി നോക്കിയാലോ? ഐ ആം വെരി ഹാപ്പി, ഞാൻ വളരെ സന്തോഷവാനാണ് അല്ലേ എന്ന രീതിയിലൊരു ചോദ്യം അല്ലേ? ഐ ആം വെരി ഹാപ്പി. സോ നമുക്കിവിടെ ആരുണ്ട്? ആം ഉണ്ട് അല്ലേ? ഓക്സിലറി വെർബായ ആം ആദ്യത്തെ ആൾ തന്നെ ഉണ്ട്. അപ്പം ചാടിക്കേറി ആം എന്ന് എഴുതിയെന്ന് വിചാരിക്കാം. സെൻറ്റൻസിൽ നോ നോട്ട് നെവർ ഇല്ല. അപ്പം നമ്മളിവിടെ നോ നോട്ട് നെവറിന് പകരം നെഗറ്റീവ് ചേർക്കണം. ആമിൻഡ്. പറ്റുമോ? ഇല്ല എന്നാണ് പറഞ്ഞത്. ആം നോട്ട് എന്ന പ്രയോഗം ഇംഗ്ലീഷിൽ ഇല്ല. പകരം എന്ത് യൂസ് ചെയ്യണം? ആറിൻഡ് എന്ന് ഉപയോഗിക്കണം. ആറിൻഡ്. സബ്ജക്റ്റ് ആരാ? ഐ തന്നെയാണ്. ആറിൻഡ് ഐ. ആറിൻഡ് ഐ എന്നൊക്കെ വരുമോ? ആറിൻഡ് ഐ എന്ന് വരുമ്പോൾ ആറ് അങ്ങനെ വരുമോ എന്നൊക്കെ സംശയം തോന്നാം. ബട്ട് ഡോണ്ട് വറി, അങ്ങനെ സംശയിക്കേണ്ട, വരും. ഇങ്ങനൊരു കേസിൽ അത് വരും. ആറിൻഡ് ഐ എന്ന് പറയുന്നതാണ് നമ്മുടെ ഇവിടുത്തെ ഉത്തരം. കിട്ടിയാലോ? അപ്പോൾ ഈ പറയുന്ന കാര്യം ഓർക്കുക. ആം നോട്ട് ആറിൻഡ് ആണ് എന്ന കാര്യം ഓർത്തു വെച്ചോളാം. ശരി, ഇനി പ്രധാനമായിട്ടും അവസാന ഭാഗങ്ങൾ, അതായത് പ്രധാന കാര്യങ്ങളൊക്കെ, ബേസിക് സംഭവങ്ങളൊക്കെ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇനി അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട, അതല്ലെങ്കിൽ ക്വസ്റ്റ്യൻ വളരെ ടഫാക്കാനാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ, നമ്മളെ കൺഫ്യൂസ് ചെയ്യിക്കാനാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ, നമ്മളെ ഒന്ന് തെറ്റിക്കാനാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ ചോദിക്കാൻ പോകുന്ന കാര്യങ്ങളാണ് നമ്മൾ ഇനി പഠിക്കുന്നത്. സോ ഇതുവരെ മനസ്സിലായ ആളുകൾ മാത്രം ഇനി അങ്ങോട്ട് കാണുക. അതല്ലെങ്കിൽ ഇതുവരെ പറഞ്ഞ കാര്യങ്ങൾ ഒന്നും കൂടെ മനസ്സിലാക്കിയതിന് ശേഷം മാത്രം മുന്നോട്ട് പോവുക. ഓക്കെ, മനസ്സിലായവർ വരൂ. നമുക്ക് അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട റാങ്ക് മേക്കിംഗ് എന്ന് പറയാവുന്ന അല്ലേ, നമ്മുടെ ഏറ്റവും ടോപ്പ് മാർക്ക് വാങ്ങാവുന്ന രീതിയിലുള്ള ചോദ്യങ്ങൾ വന്നാൽ എന്ത് ചെയ്യണമെന്ന് പഠിക്കാം. ഇംപെറേറ്റീവ് സെൻറ്റൻസസ് ആൻഡ് verbs mean for suggestions or invitations take the tag will you.
അതായത് ഇംപെററ്റീവ് സെൻറ്റൻസസ് എന്ന് പറഞ്ഞ സെൻറ്റൻസുകളെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. കമാൻഡ്, റിക്വസ്റ്റ് ഒക്കെ തുടങ്ങിയ വാക്കുകളുടെ സെൻറ്റൻസുകളെയാണ് എന്ത് ഇംപെററ്റീവ് സെൻറ്റൻസസ് എന്ന് പറയുന്നത്. സോ ഇംപെററ്റീവ് സെൻറ്റൻസുകളോ അതല്ലെങ്കിൽ വെർബുകളോ മീൻഡ് ഫോർ സജഷൻ, എന്തെങ്കിലും ഒരു സജഷൻ പറയുന്ന സമയത്ത്, ഓർ ഇൻവിറ്റേഷൻ, എന്തെങ്കിലും കാര്യത്തിന് വേണ്ടി നമ്മൾ ഇൻവൈറ്റ് ചെയ്യുക, ക്ഷണിക്കുക അല്ലെ, ക്ഷണിക്കുന്ന സമയത്ത് ടേക്ക് ദ ടാഗ് വിൽ യു. സോ അത്തരം സമയങ്ങളിൽ വിൽ യു ആണ് വരിക എന്ന ബേസിക് കാര്യം ഒന്ന് ഓർത്ത് വെച്ചോളാം കേട്ടോ. സംഭവം ഒന്നുമില്ല, സിമ്പിളാണ്. സെൻറ്റൻസ് വായിക്കുമ്പോൾ തന്നെ എനിക്ക് ഈസി ആയിട്ട് മനസ്സിലാവും. ഓപ്പൺ ദ ഡോർ. ഓപ്പൺ ദ ഡോർ എന്ന് പറയുമ്പോൾ എന്താണ്? ഇറ്റ് ഈസ് ആൻ ഇംപാരറ്റീവ് സെൻറ്റൻസ്. ഒരു കമാൻഡോ റിക്വസ്റ്റോ സജഷനോ എന്തോ ആണ് അല്ലേ. സോ ഓപ്പൺ ദ ഡോർ എന്ന് പറയുമ്പോൾ അതിൽ ഓക്സിലറി ഇല്ലല്ലോ, സബ്ജക്റ്റ് ഇല്ലല്ലോ എന്ന് പറഞ്ഞ് ടെൻഷൻ അടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ജസ്റ്റ് എന്ത് എഴുതുക? വിൽ യു. വിൽ യു. ഡോണ്ട് ക്ലോസ് യുവർ ബുക്സ്. ബുക്ക് ക്ലോസ് ചെയ്യരുത്. ഇറ്റ് ഈസ് അഗെയിൻ ആൻ ഇംപെററ്റീവ് സെൻറ്റൻസ്. ഒന്നും നോക്കണ്ട, വിൽ യു. കാരണം എന്താ? അതൊരു ഇംപാരറ്റീവ് ആണ്. ഒരു കമാൻഡോ റിക്വസ്റ്റോ വന്നാൽ നോ ആണോ, നോട്ടാണോ, നെഗറ്റീവ് ആണോ, പോസിറ്റീവ് ആണോ, സബ്ജക്റ്റ് ഉണ്ടോ, ഒന്നും നോക്കണ്ട, വിൽ യു. ട്രൈ ടു വർക്ക് ഹാർഡ്. കുറച്ചുകൂടെ ഒക്കെ നന്നായിട്ട് വർക്ക് ചെയ്യൂ. വിൽ യു. കിട്ടിയോ? വിൽ യു. ഹാവ് അനദർ കപ്പ് ഓഫ് ടീ. ഒരു സജഷൻ ആണ് അല്ലേ. സോ സജഷൻ ആണ്, പക്ഷേ ഹാവ് അനദർ കപ്പ് ഓഫ് ടീ, ഹാവ് ഉണ്ട് എന്നൊന്നും ആലോചിച്ച് കളയണ്ട. ദ ആൻസർ ഈസ് വിൽ യു. എങ്ങനെ മനസ്സിലായി? ഇംപെററ്റീവ് സെൻറ്റൻസുകൾ വന്നു കഴിഞ്ഞാൽ ഓപ്പൺ ദ ഡോർ, ക്ലോസ് യുവർ ബുക്സ്, ട്രൈ ടു വർക്ക് ഹാർഡ്, ഹാവ് അനദർ കപ്പ് ഓഫ് ടീ എന്നൊക്കെ പറയുന്ന തരത്തിലുള്ള സജഷനോ ഇൻവിറ്റേഷനോ ഓർഡറോ കമാൻഡോ ഒക്കെ വന്നു കഴിഞ്ഞാൽ ഒറ്റ ഉത്തരമേ ഉള്ളൂ, വിൽ യു. നെഗറ്റീവ് ഒന്നുമില്ല, ജസ്റ്റ് വിൽ യു. കിട്ടിയാലോ? ശരി. മറ്റൊരു കാര്യം കൂടെ പറഞ്ഞിട്ട് നമുക്ക് ക്ലാസ് അവസാനിപ്പിക്കാം. എ സജഷൻ ദാറ്റ് യൂസസ് ലെറ്റ്സ് ടേക്ക് ദ ടാഗ് ഷാൾ വി. ഇനി പ്രധാനമായിട്ട് മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം, നമ്മൾ ലെറ്റ്സ്, ഒരു സെൻറ്റൻസ് ലെറ്റ്സ് എന്ന വാക്കിലാണ് തുടങ്ങുന്നതെങ്കിൽ അതിൽ നമ്മൾ ഷാൾ വി എന്ന ക്വസ്റ്റ്യൻ ടാഗാണ് ഉപയോഗിക്കുക. ഇനി അതല്ല ലെറ്റ് മീ, എന്നെ അനുവദിക്കൂ, ലെറ്റ് മീ എന്ന രീതിയിലാണ് തുടങ്ങുന്നതെങ്കിൽ ഷാൾ ഐ എന്നാണ് ചേർക്കേണ്ടത്. കിട്ടിയോ? അതായത് ലെറ്റ്സ് എന്ന പ്രയോഗം വരുന്ന സമയത്ത് ഷാൾ വി ആണ് വരിക. ലെറ്റസ് അല്ലേ, ഷാൾ വി, നമുക്ക് പോവല്ലേ, ലെറ്റസ് നമുക്ക് ഒന്നിച്ച് ചെയ്യല്ലേ എന്നാണ് പറയുന്നത്. എന്നാൽ ലെറ്റ് മീ എന്ന് പറഞ്ഞാൽ എന്നെ അനുവദിക്കൂ, ലെറ്റ് മീ എന്നാണ്. സോ ഷാൾ ഐ എന്നാണ്, മീ എന്ന് വരുമ്പോൾ ഷാൾ ഐ എന്നാണ് വരിക എന്നുള്ള കാര്യം ശ്രദ്ധിച്ചോളാം. അപ്പോൾ നമുക്ക് താഴെ കാണുന്ന രണ്ട് ചോദ്യം ചെയ്ത് നോക്കാം. ലെറ്റ്സ് ഗോ ഫോർ എ വാക്ക്. ലെറ്റ്സ് എങ്ങനെ തുടങ്ങിയിരിക്കുന്നത്? ലെറ്റസ് എന്ന രീതിയിൽ ലെറ്റ്സ് എന്നാണ് അല്ലേ. സോ നമുക്ക് എന്ത് എഴുതാം? ഷാൾ വി എന്ന് എഴുതാം. ഷാൾ വി. ലെറ്റ്സ് ഗോ ഫോർ എ വാക്ക്, നമുക്ക് നടക്കാൻ പോയാലോ? പോവല്ലേ, ഷാൾ വി അല്ലേ എന്നർത്ഥത്തിൽ. ലെറ്റ് മീ എക്സ്പ്ലെയിൻ ദ ട്രൂത്ത്, ഞാൻ ആ സത്യം ഒന്ന് തുറന്നു പറയട്ടെ. ലെറ്റ് മീ എക്സ്പ്ലെയിൻ ദ ട്രൂത്ത്, ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാമല്ലോ അല്ലേ എന്നർത്ഥത്തിലാണ് അല്ലേ. സോ ലെറ്റ് മീ, ഇവിടെ എന്താണ്? ലെറ്റ് മീ എന്നാണ്. ലെറ്റ് മീ എന്ന് വരുമ്പോൾ ഏത് വരുന്നത് ഞാൻ പറഞ്ഞേ? മീ വരുമ്പോൾ ഷാൾ ഐ. സോ ലെറ്റ്സ് എന്ന് വരുമ്പോൾ ഷാൾ വി, ലെറ്റ് മീ എന്ന് വരുമ്പോൾ ഷാൾ ഐ. അതിന് നെഗറ്റീവോ പോസിറ്റീവ് ആണോ എന്ന് നോക്കേണ്ട കാര്യം ഇല്ല. അത്തരം സെൻറ്റൻസുകളിൽ മാത്രമേ നമ്മൾ നോക്കേണ്ട ആവശ്യം ഇല്ലാത്തുള്ളൂ. കിട്ടിയോ? എല്ലാം ക്ലിയർ ആണോ? വ്യക്തമാണോ? ഓക്കെ ആണോ? ശരി. എന്നാൽ പ്രധാനമായും ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ട് നമുക്ക് അവസാനിപ്പിക്കാം. നമ്മൾ നേരത്തെ പറഞ്ഞതാണ് യൂസ് ഓൺലി പ്രോനൗൺസ് ഇൻ ടാഗ്സ് അല്ലേ. അതായത് നമ്മൾ പറഞ്ഞു എന്ത്? ടാഗിൽ പ്രോനൗണെ ഉപയോഗിക്കാൻ പാടുള്ളൂ. ഓർമ്മയില്ലേ? പ്രോനൗൺ അല്ലേ. പ്രോനൗൺ ആരാ? അയ്യോ, ദേവി, ഹി, ഷീറ്റ്, അത് തന്നെ. അപ്പോൾ നമുക്കൊരു കാര്യം കൂടി മനസ്സിലാക്കുക. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, അതല്ല പ്രോനൗൺ ഇല്ലെങ്കിലും സെൻറ്റൻസിൽ പ്രോനൗൺ ഇല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും എന്ന കാര്യം. അതിപ്പോൾ ക്ലിയർ ആവും. രാജു ഈസ് വെരി ഹാപ്പി. രാജു ഭയങ്കര ഹാപ്പി ആണല്ലേ എന്നാണ് സെൻറ്റൻസ് അല്ലേ. ശരി, നമുക്ക് ആദ്യം മുതൽ പോവാം. ആരാണ് ഇവിടുത്തെ ഓക്സിലറി? ഈസ്. സോ ഈസ്. നെഗറ്റീവ് ഉണ്ടോ? ഇല്ല. അപ്പോൾ ഇൻഡ്. സബ്ജക്റ്റ് ആരാ? രാജു. ഇവിടെ ശ്രദ്ധിക്കുക, അതൊരു പ്രോപ്പർ പ്രോനൗൺ ആണോ? അല്ല. രാജു ഒരാളുടെ പേരാണ്, പ്രോനൗൺ അല്ല, അതൊരു നൗണാണ് അല്ലേ. അപ്പം നമുക്ക് അതിനെന്താക്കണം? പ്രോപ്പർ പ്രോനൗൺ നമ്മുടെ കയ്യിലുള്ള പ്രോപ്പർ പ്രോനൗണിലേക്ക് മാറ്റണം. നമ്മുടെ കയ്യിലുള്ള പ്രോപ്പർ പ്രോനൗണുകൾ ഏതൊക്കെയാ? അയ്യോ, ദേവി, ഹി, ഷീ, ഇറ്റ്. അതിൽ ആരാക്കാൻ പറ്റും? രാജു ഒരാണായതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? ഹി എന്ന് എഴുതാം. അത്രയേ ഉള്ളൂ. മറ്റൊരു ചോദ്യം കൂടെ നോക്കാം. ദ സ്റ്റുഡൻസ് ആർ പ്രസന്റ്. കുട്ടികളെല്ലാം പ്രസന്റ് ആണ് എന്നാണ് അല്ലേ. ശരി. ആരാണ് ഓക്സിലറി? ആറാണ് ഓക്സിലറി. സോ ആറിന് ഞാൻ ഇവിടെ എഴുതി. നോ, നോട്ട്, നെവർ ഇല്ല. സോ ആറിൻഡ് എഴുതി. ശരി. സബ്ജക്റ്റ് നോക്കിയപ്പോൾ ആരാ? ദ സ്റ്റുഡൻസ് എന്നാണ് പറയുന്നത്.
ഒരാളാണോ? അല്ല, സ്റ്റുഡൻസ്, കുട്ടികളെല്ലാവരും. അപ്പം ഞാൻ ആരോ ഉപയോഗിക്കും? ഐ പറ്റില്ല, യു, ദേ പറ്റും അല്ലേ, വി പറ്റില്ല, നമ്മളെന്നല്ല, കുട്ടികൾ, ഏതോ കുട്ടികളാണ്, നമ്മൾ അതിലില്ല. പിന്നെ ഹി, ഷീ, ഇറ്റ്, അത് പറ്റില്ല. സോ എന്താണ്? ആറിൻ്റെ ദേ. കിട്ടിയോ? എങ്ങനെ ദേ കിട്ടിയെന്ന്? സോ പ്രോപ്പർ പ്രോനൗൺ ഇല്ലെങ്കിൽ നമ്മൾക്ക് കയ്യിലുള്ള പ്രോനൗണുകൾ വെച്ച് ഇതിൽ ആരോ ഉപയോഗിക്കാൻ പറ്റുമെന്ന് റീപ്ലേസ് ചെയ്യണം. അത്രയേ ഉള്ളൂ. ശരി, അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളൊന്നും ജസ്റ്റ് ശ്രദ്ധിച്ചോളാം. സബ്ജക്റ്റ് ഓഫ് ദ സ്റ്റേറ്റ്മെന്റ് ദ ബോയ്, ഒരു ബോയ് എന്നൊക്കെ വരികയാണെങ്കിൽ ഹി, അറിയാലോ, ആൺകുട്ടിയാണ്. ദ ഗേൾ, പെൺകുട്ടി എന്ന് പറയുമ്പോൾ ഷീ ഉപയോഗിക്കുക. എവരി വൺ, എവരിബഡി എന്നൊക്കെ വരുന്ന സമയത്ത് ദേ ഉപയോഗിക്കുക. നൺ ഓഫ് അസ്, സം ഓഫ് അസ് എന്നൊക്കെ പറയുമ്പോൾ വി, അസ് എന്ന് വരുമ്പോൾ വി ഉപയോഗിക്കുക. നൺ ഓഫ് യു, സം ഓഫ് യു, നൺ ഓഫ് യു, സം ഓഫ് യു എന്ന പ്രയോഗം വരുമ്പോൾ യു ഉപയോഗിക്കുക. നൺ ഓഫ് ദം, അവരിൽ ആരുമല്ല, അവർ, ദം എന്ന് ഉപയോഗിക്കുമ്പോൾ ദേ പറയുക. നൺ, നോ വൺ, നോബഡി എന്നൊക്കെ പറയുമ്പോൾ ഒരുപാട് പേരുണ്ട്, ദേ ഉപയോഗിക്കുക. ദിസ്, ദാറ്റ് എന്നൊക്കെ വരുന്ന സമയത്ത് ഇറ്റ് ഉപയോഗിക്കുക. ഇങ്ങനെയാണ് പ്രോനൗൺ ഇല്ലാത്ത കേസുകളിൽ, പ്രോപ്പർ പ്രോനൗൺ ഇല്ലെങ്കിൽ അതിനെന്ത് ചെയ്യുക? പ്രോനൗണിലേക്ക് മാറ്റുക എന്ന് പറയുന്നത്. ഇനി നമുക്ക് കുറച്ച് ചോദ്യങ്ങൾ ചെയ്ത് നോക്കിയാലോ? വളരെ വേഗത്തിൽ നമുക്ക് ഈ ചോദ്യങ്ങൾ ചെയ്യാം. എൻ്റെ കൂടെ നിങ്ങളൊന്ന് ശ്രമിച്ചു നോക്കുക. നിങ്ങൾക്കും ആൻസർ കിട്ടുന്നുണ്ടോ? നിങ്ങൾക്ക് കിട്ടുന്നത് ഞാൻ പറയുന്ന ഉത്തരങ്ങൾ തന്നെയാണോ എന്ന് കൺഫേം ആക്കുക. ഹി ഹാസ് റീഡ് ദിസ് ബുക്ക്. ഹി ഹാസ് റെഡ് ദിസ് ബുക്ക് അല്ലേ? യാ, ഹാസ് വരുന്നുണ്ട്, സോ ഇറ്റ് ഈസ് റെഡ്. ഹി ഹാസ് റെഡ് ദിസ് ബുക്ക് എന്ന സെൻറ്റൻസ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ശരി, നമുക്കിത് എങ്ങനെ ആൻസർ കണ്ടെടുക്കാൻ നോക്കാം. ഹി ഹാസ് റെഡ് ദിസ് ബുക്ക് എന്ന് പറയുന്നിടത്ത് ഓക്സിലറി ഉണ്ടോ? ഉണ്ട്. ആരാ? ഹാസ് ആണ്. സോ ഞാൻ ഹാസിന് ഇങ്ങോട്ട് എഴുതി. നോ, നോട്ട്, നെവർ, നെഗറ്റീവ് ആരെങ്കിലും ഉണ്ടോ? ഇല്ല. അപ്പോൾ ഞാൻ എന്ത് എഴുതി? ഹാസിൻഡ്. ഹി ഹാസ് റെഡ് ദിസ് ബുക്ക് എന്ന് പറയുന്നിടത്ത് നെഗറ്റീവ്സ് ഇല്ല, സോ ഹാസിൻഡ്. സബ്ജക്റ്റ് ആരാ? ഹി ആണ്. സോ ഞാൻ എന്ത് എഴുതു? ഹി എന്ന് എഴുതു. ഹാസിൻ്റെ ഹി. കിട്ടിയോ? നിങ്ങൾക്കും അത് തന്നെയല്ലേ കിട്ടിയത്? അടുത്ത ചോദ്യം. ഹി റീഡ്സ് എ ലോട്ട് ഓഫ് ബുക്സ്. ഇവിടെ നോക്കുന്ന സമയത്ത് ആരില്ല? ഓക്സിലറി വെർബ് ഇല്ല. അപ്പം നമ്മൾ പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ, സ്പ്ലിറ്റ് ചെയ്യുക. ആരെ സ്പ്ലിറ്റ് ചെയ്യുക? വേർബിനെ സ്പ്ലിറ്റ് ചെയ്യുക. വേർബ് ആരാ? റീഡ്സ്, വായിക്കുക. സോ റീഡ്സ് എന്ന് പറയുന്നതാണ് ഇവിടുത്തെ വേർബ്. യെസ് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും പുറത്തെടുക്കേണ്ട ആളാരാ? യാ, ഇറ്റ് ഈസ് ഡസ് അല്ലേ? റീഡ് എന്നാണെങ്കിൽ ഡു, റീഡ്സ് എന്നാണെങ്കിൽ ഡസ്, റെഡ് എന്നാണെങ്കിൽ ഡിഡ്. ഇനി ഡസ് കിട്ടി. ഇവിടെ നോ, നോട്ട്, നെവർ ഉണ്ടോ? ഇല്ല. അപ്പോൾ ഡസിൻഡ് എന്ന് എഴുതുക. സബ്ജക്റ്റിൽ ആരാ? ഹി. സോ ഹി എന്ത് ചെയ്യുക? പ്രോപ്പർ പ്രോനോൺ ആണ്, ഹി ഇങ്ങോട്ട് എഴുതുക. ഡസിൻഡ് ഹി. കിട്ടിയോ? ശരി, അടുത്തത്. ഷീ നെവർ ഗോസ് ഔട്ട് വിത്ത് ഹർ ഡോഗ്. അടുത്തൊരു സെന്റൻസ് ആണ്. സോ ഷീ നെവർ ഗോസ് ഔട്ട്. ഇവിടെയും നമുക്ക് എന്ത് കാണാനില്ല? ഓക്സിലറി വെർബുകൾ ആരെയും കാണാനില്ല. ഷീ നെവർ ഗോസ് ഔട്ട് വിത്ത് ഹർ ഡോഗ് എന്ന് പറയുന്നിടത്ത് ആരില്ല? ഓക്സിലറി വെർബുകളില്ല. സോ വെർബ് ആരാ? ഗോസ് എന്ന് പറയുന്നതാണ് വെർബ്. ആ എസ് രൂപം കാണുമ്പോഴേ മനസ്സിലാക്കാം ആരെടുക്കാം? യാ, ഡസിനെ പുറത്തേക്ക് എടുക്കാം. ഇനി ശ്രദ്ധിക്കേണ്ട കാര്യം, സെന്റൻസിൽ നോ, നോട്ട്, നെവർ, നെഗറ്റീവ് പ്രയോഗങ്ങൾ ഉണ്ടോ? ഷീ നെവർ അല്ലേ? നെവർ എന്ന് പറയുന്നുണ്ട്. സോ നെവർ നെഗറ്റീവ് സെന്റൻസ് ആണ്. നോട്ട് വേണോ? വേണ്ട. ഇനി നെഗറ്റീവ് ഇടണ്ട. സബ്ജക്റ്റിൽ ആരാ? ഷീ ആണ്. സോ ഡസ് ഷീ എന്ന് പറയുന്നതാണ് നമ്മുടെ ഉത്തരം. അടുത്തത്, ഐ ആം നോട്ട് ലേറ്റ്. ഞാൻ ലേറ്റ് അല്ല അല്ലേ? ഐ ആം നോട്ട് ലേറ്റ്. സോ ആം ആണ് പറയുന്ന പ്രയോഗം. ആമിന് ഞാൻ ഇങ്ങോട്ട് എഴുതി. സെന്റൻസിൽ ആരുണ്ട്? നോട്ട് ഉണ്ട്. അപ്പൊ ആമിൻ്റെ ഒന്ന് വേണോ? ആമിൻ്റെ ഇല്ല, നമുക്കറിയാം അല്ലേ? അപ്പൊ ആറിൻ്റെ എഴുതണം. പക്ഷെ ഇവിടെ നോട്ട് ഉള്ളത് കൊണ്ട്, ആൾറെഡി നോട്ട് ഉള്ളത് കൊണ്ട് ആമിൻ്റെ വേണോ? വേണ്ട, ആം മതി. ആമുണ്ട്, ആമിൻ്റെ ഇല്ലാത്തതുള്ളൂ. ആമുണ്ട്. സബ്ജക്റ്റ് ആരാ? ഐ ആണ്. സോ ദ ആൻസർ ഈസ് ആം ഐ. അടുത്ത ചോദ്യം, ഹി വിൽ റീഡ് ദിസ് ബുക്ക്. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, മുഴുവനായിട്ട് ഓക്സിലറി കൊടുത്തിട്ടുണ്ടാവില്ല. സെന്റൻസ് വായിച്ച് അവിടെ ആരായിരിക്കുമെന്ന് മനസ്സിലാക്കണം അല്ലേ? ഹി വിൽ റീഡ് ദിസ് ബുക്ക്, അവിടെ ഏതായിരിക്കും വരിക? വില്ലാണ് വരിക എന്ന് കൃത്യമായി മനസ്സിലാക്കുക. പക്ഷെ ഒരു പ്രോബ്ലം ഉള്ളത്, വിൽ സെന്റൻസിനകത്ത് നോ, നോട്ട്, നെവർ ഉണ്ടോ? ഇല്ല. അപ്പോൾ വിൽ നോട്ട് എന്ന് പറയുന്നത് വില്ലിൻ്റെ ആണോ? അല്ല. നമ്മൾ പഠിച്ചു എന്താണ്? വോണ്ട് ആണ്. സോ വോണ്ട് എന്ന് വരും അല്ലേ? നോ, നോട്ട്, നെവർ ഇവിടെ ഇല്ല. ഹി വിൽ റീഡ് ദിസ് ബുക്ക് എന്ന് പറയുന്നിടത്ത് എവിടെയും നെഗറ്റീവ്സ് ഇല്ല. സോ വോണ്ട്. സബ്ജക്റ്റ് ആരാ? ഹി തന്നെ. വോണ്ട് ഹി എന്നാണ് വരിക. കിട്ടിയോ? ഓക്കെ, ശരി. നമുക്കൊരു 5 ചോദ്യങ്ങളോട് ചെയ്തിട്ട് ക്ലാസ് വൈൻഡപ്പ് ചെയ്യാം. ഉത്തരം കിട്ടുന്നുണ്ടോ എന്ന് കൃത്യമായി ശ്രദ്ധിക്കാം. സ്റ്റോപ്പ് ടാക്കിംഗ്. സ്റ്റോപ്പ് ടാക്കിംഗ്. ഇത്തരം സെന്റൻസുകൾ എന്ത് ചെയ്യും? ഓർമ്മയുണ്ടോ പറഞ്ഞത്? ഈ സമയത്ത് ഓക്സിലറി നോക്കേണ്ട, ഒന്നും നോക്കേണ്ട ആവശ്യമില്ല. സ്റ്റോപ്പ് ടാക്കിംഗ്, ഇറ്റ് ഈസ് എ കമാൻഡ്.
അല്ലേ? ഇറ്റ്സ് എ കമാൻഡ്. അതൊരു കമാൻഡാണ്. ചിലപ്പോൾ അത് റിക്വസ്റ്റും ആവാം, പക്ഷെ പ്ലീസ് ഒന്നും ഉപയോഗിച്ചിട്ടില്ല. എന്തായാലും ഇറ്റ് ഈസ് ആൻ ഇമ്പെററ്റീവ് സെൻറ്റൻസ്. ഇമ്പെററ്റീവ് സെൻറ്റൻസ് ആകുമ്പോൾ എന്ത് ചെയ്യാനാണ് ഞാൻ പറഞ്ഞേ? അതെ, ഒന്നും നോക്കണ്ട, വിൽ യു, വേറൊന്നും ആലോചിക്കണ്ട. അടുത്തത്, ലെറ്റ് us ഗോ ഫോർ എ വാക്ക്. നമുക്ക് ഒന്ന് നടക്കാൻ പോയാലോ എന്നാണ് ചോദിക്കുന്നത്. സോ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, ലെറ്റ് അസിൽ തുടങ്ങുന്നുണ്ടെങ്കിൽ പിന്നെ ഒന്നും ആലോചിക്കേണ്ട. പറഞ്ഞത് ഓർമ്മയുണ്ടോ? ഷാൾ വി. അസ് ഉള്ളത് കൊണ്ട് വി, ഷാൾ വി. അടുത്ത ചോദ്യം നോക്കൂ, ലെറ്റ് മീ ഡു ഇറ്റ് നൗ. ലെറ്റ് മീ ഡു ഇറ്റ് നൗ. ലെറ്റ് മീൽ തുടങ്ങിയാൽ മീ ഉണ്ടെങ്കിൽ എന്ത് മതി? ഷാൾ ആയി, എന്നെ അനുവദിക്കൂ എന്ന അർത്ഥത്തിൽ, അല്ലേ? മറ്റൊന്ന്, ഷീ യൂസ്ഡ് ടു സിങ്. അവൾ പാടാറുണ്ടായിരുന്നു. യൂസ്ഡ് ടു എന്ന് പറയുന്നത് പണ്ട് കാലത്ത് ചെയ്യാറുണ്ടായിരുന്നു എന്ന് പറയുന്ന ഒരു പ്രയോഗമാണ്, അല്ലേ? ഇറ്റ്സ് അഗൈൻ എൻ ഓക്സിലറി വെർബ്. സോ യൂസ്ഡ് ടു വന്നാൽ എന്ത് ചെയ്യണമെന്ന് പറഞ്ഞ് ടേബിളിൽ കണ്ടപ്പോൾ ഓർമ്മയുണ്ടോ? അതെ, യൂസ്ഡ് ടു വന്നു കഴിഞ്ഞാൽ നമ്മൾ ഉപയോഗിക്കേണ്ടത് ഡിഡ് ആണ്. സോ ഷീ യൂസ്ഡ് ടു, നെഗറ്റീവ്സ് ഒന്നുമില്ല. സോ ഡിഡിൻഡ് എന്ന് പറയാം. സബ്ജക്റ്റ് ആരാ? ഷീ. സോ ഡിഡിൻഡ് ഷീ, ഡിഡിൻഡ് ഷീ. കിട്ടിയോ? നെക്സ്റ്റ് വൺ, ദ ലാസ്റ്റ് വൺ. ദിസ് ബുക്ക് ഈസ് വെരി കോസ്റ്റ്ലി. ഈ പുസ്തകം വളരെ കോസ്റ്റ്ലി ആണ്, അല്ലേ? വളരെ വില കൂടിയതാണല്ലേ? സോ ഓക്സിലറി ആരാ? ഈസ്. ഓക്കെ, ഫസ്റ്റ് സ്റ്റേജ് കംപ്ലീറ്റഡ്. ദിസ് ബുക്ക് ഈസ് വെരി കോസ്റ്റ്ലി. ദിസ് ബുക്ക് ഈസ് വെരി കോസ്റ്റ്ലി. സോ ഈസ് കിട്ടി. നെഗറ്റീവ് എവിടെയെങ്കിലും ഉണ്ടോ? നെഗറ്റീവ്സ് ആരുമില്ല. സോ ഈസിൻഡ്. ദിസ് ബുക്ക് ഈസ് വെരി കോസ്റ്റ്ലി. ഈസിൻഡ് കിട്ടി, ഈസിൻഡ്. ഇനി പ്രശ്നം, ദിസ് ബുക്ക്. ദിസ് ബുക്ക് എന്ന് പറയുന്നത് എന്തല്ല? ദിസ് എന്ന് പറയുന്നത് എന്തല്ല? നമ്മളുടെ പ്രോപ്പർ പ്രോനൗൺ അല്ല. സോ ദിസ് ബുക്ക് എന്ന് പറയുന്നത് ഒരു വസ്തുവാണ്. വസ്തുവിന് പറ്റിയ നമ്മുടെ കയ്യിലുള്ള പ്രോപ്പർ പ്രോനൗൺ ഏതാ? അയ്യോ, ദേവി, ഹി, ഷി, ഇറ്റ്. ഇറ്റ് ആണ് ഒരു വസ്തു വരുമ്പോൾ. സോ ഈസിൻ്റെ ഇറ്റ്. കിട്ടിയോ? സോ ക്വസ്റ്റ്യൻ ടാഗുകളുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട എല്ലാ കാര്യങ്ങളും നിങ്ങൾ ഒരു ബേസിക് ലെവലിൽ അല്ലെങ്കിൽ കുറച്ചുകൂടെ ഹയർ ലെവലിൽ അറിഞ്ഞിരിക്കേണ്ട എല്ലാ കാര്യങ്ങളും നമ്മൾ ഈ ക്ലാസ്സിൽ വിശദമായി പറഞ്ഞു കഴിഞ്ഞു. ഓരോ കാര്യങ്ങളും കൃത്യമായി മനസ്സിലാക്കുക, ചോദ്യങ്ങൾ എടുക്കുക, ചെയ്തു നോക്കുക. നമ്മൾ പറയുന്ന രീതിയിൽ കൃത്യമായി നമ്മൾ മനസ്സിലാക്കിയ രീതിയിൽ ഉത്തരങ്ങൾ കിട്ടുന്നുണ്ടോ എന്നുള്ളത് വ്യക്തമായി ശ്രദ്ധിക്കുക. ഓക്കെ, സോ ക്വസ്റ്റ്യൻ ടാഗുമായി ബന്ധപ്പെട്ട മാർക്കുകൾ നമ്മൾ ഇനി എന്ത് ചെയ്യാൻ പോകുന്നില്ല? കളയാൻ പോകുന്നില്ല. സോ എല്ലാവർക്കും പരീക്ഷയ്ക്ക് കൃത്യമായി തന്നെ ക്വസ്റ്റ്യൻ ടാഗുകൾ എഴുതാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. ക്ലാസ്സിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. നിങ്ങൾക്ക് ഏതൊക്കെ ടോപ്പിക്കുകളാണ് ഇനി പഠിക്കേണ്ടത് എന്നുള്ളത് താഴെ കമൻറ്റ് ചെയ്ത് അറിയിക്കുക. നമ്മൾ വരുന്ന ദിവസങ്ങളിൽ അത്തരം ടോപ്പിക്കുകളും ക്ലാസ്സുകളിൽ ഉൾപ്പെടുത്തുന്നതായിരിക്കും. സോ ക്ലാസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് കൂടി ക്ലാസ് ഷെയർ ചെയ്ത് കൊടുക്കുക. അടുത്തൊരു ക്ലാസ്സിൽ വീണ്ടും കാണാം. അതുവരേക്കും ബൈ.